പ്രിയപ്പെട്ട കുട്ടികളെ, ഫിസിക്സിലെ ഇന്നത്തെ പഠന പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കോയിലിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അതിനു ചുറ്റും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ഈ കോയിൽ എവിടെയെല്ലാം നമ്മുടെ വൈദ്യുതോപകരണങ്ങളിൽ ഏതെല്ലാം വൈദ്യുതോപകരണങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് വൈദ്യുത പ്രവാഹമുള്ള കോയിലുകൾ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ യൂണിറ്റിൻ്റെ അവസാനം ലെറ്റസ് അസസ് വിലയിരുത്താം എന്ന ഭാഗത്തുള്ള ഒരു 2 ചോദ്യങ്ങൾ ഞാൻ അസൈൻമെൻറ്റായി തന്നിരുന്നു. നിങ്ങളെല്ലാവരും അത് ചെയ്തല്ലോ, സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം ഈ കാണുന്നതാണ്. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, നിങ്ങൾ രേഖപ്പെടുത്തിയതുമായി എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ശരിയായ ഉത്തരം ഇത് നോക്കി നിങ്ങൾ എഴുതിയെടുക്കുകയും പഠിക്കുകയും വേണം. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, പാഠപുസ്തകം വായിക്കാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത്, ഉപേക്ഷ വിചാരിക്കരുത്. പാഠപുസ്തകം കൂടെ വായിക്കുക. പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ പരീക്ഷണങ്ങൾ, നമ്മുടെ ഈ ക്ലാസ്സുകളിൽ കാണുന്ന പഠന പ്രവർത്തനങ്ങൾ, പരീക്ഷണങ്ങൾ ഒന്നും നിങ്ങൾ സ്വന്തം നിലയ്ക്ക് തനിയെ ചെയ്ത് മുന്നോട്ട് പോകരുത്. നിങ്ങളുടെ അധ്യാപകരുടെയോ രക്ഷകർത്താക്കളുടെയോ സാന്നിധ്യത്തിൽ മാത്രമേ ഈ പരീക്ഷണങ്ങൾ ചെയ്യാവൂ. ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ DC വൈദ്യുതി ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ചെയ്ത് നോക്കുന്നുവെങ്കിൽ, ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിലും പറഞ്ഞു, ഒരു സ്റ്റോറേജ് സെൽ, ഒരു ബോക്സ് ടൈപ്പ് ബാറ്ററി അല്ലെങ്കിൽ സാധാരണ ഡ്രൈ സെല്ലുകൾ ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. നമ്മുടെ വീട്ടിലെ വൈദ്യുത കണക്ഷനുമായി ഇതൊന്നും ബന്ധപ്പെടുത്തി ഇതൊന്നും ചെയ്യരുത്. അത് പ്ലഗ് പോയിൻറ്റിലൊന്നും കൊടുത്തത് നിങ്ങൾ ചെയ്യരുത്. അല്ലെങ്കിൽ നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള എലിമിനേറ്റർ, ഈ ഉപകരണമാണ് എലിമിനേറ്റർ. ഈ എലിമിനേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. എങ്കിലും മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. നമ്മൾ വൈദ്യുതി പ്രയോഗിക്കുന്ന കോയിലുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് ഈ കോയിലുകൾ ഉണ്ടാക്കുന്നത്? ഏത് തരം ചാലകങ്ങൾ ഉപയോഗിച്ച്, കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചാണ് ഈ കോയിൽ നിർമ്മിക്കുന്നത്? ഈ കോയിൽ നിർമ്മിക്കുന്നതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള കവചിത ചെമ്പ് കമ്പിയാണ്, ഇൻസുലേറ്റഡ് കോപ്പർ വയർ. അപ്പോൾ ഇതിന് പുറത്തൊരു ചെറിയ ലെയർ ഉണ്ട്, ഇൻസുലേറ്റർ കൊണ്ടുള്ള ഒരു ചെറിയ ലെയർ ഉണ്ട്. അത് റബ്ബ് ചെയ്താൽ മാത്രമേ നമുക്ക് അകത്തുള്ള ആ ശരിക്കുമുള്ള ചെമ്പ് കമ്പി, കോപ്പർ വയർ കാണാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ അഗ്രം നിങ്ങൾ നോക്കിയാൽ കാണാം, ആ കോട്ടിംഗ് മാറിയിരിക്കുന്നത് കാണാം, ചെറിയൊരു കോട്ടിംഗ് മാറിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ആ കോട്ടിംഗ് മാറ്റിയാൽ മാത്രമേ ഇതിലൂടെ വൈദ്യുതി കടന്നു പോവുള്ളൂ. ഈ ഇൻസുലേറ്റഡ് കോപ്പർ വയറിനെ നമുക്ക് വ്യത്യസ്ത ഛേദതല പരപ്പളവുള്ള കോയിലുകളാക്കി മാറ്റാൻ, വ്യത്യസ്ത
ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള കോയിലുകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിന് നമുക്കിതുപോലുള്ള സിലിണ്ടറിക്കൽ ഷേപ്പുള്ള വസ്തുക്കൾ ഉപയോഗിക്കാം. ഇതൊരു എബണൈറ്റ് റോഡാണ്. ഇതിന് പുറത്ത് ഞാനിത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് കണ്ടോ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഹെലിക്കൽ ഷേപ്പിലുള്ള ഒരു കോയിൽ കിട്ടും. അതുപോലെ തന്നെ ഇനി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടണമെങ്കിലോ, ഛേദതല പരപ്പളവ് കൂടണമെങ്കിലോ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കണ്ടോ വലിപ്പമുള്ള ഇതുപോലുള്ള ഒരു PVC പൈപ്പിന് ചുറ്റും ഇതിലിങ്ങനെ ചുറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഛേദതല പരപ്പളവുള്ള ഹെലിക്കൽ ഷേപ്പിലുള്ള ഒരു കോയിൽ കിട്ടും. ഇനിയും ചില ഉപകരണങ്ങളിൽ കൂടുതൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഛേദതല പരപ്പളവുള്ള കോയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അന്നേരം നമ്മൾ കുറച്ചുകൂടി വലിയ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള വസ്തുവിന് മുകളിൽ ഇതുപോലെ എന്ത് ചെയ്താൽ മതി, ചുറ്റിയെടുത്താൽ മതി. ഇങ്ങനെ ചുറ്റിയെടുക്കുന്ന കോയിലുകളെയാണ് ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയെടുക്കുന്ന കോയിലുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയെടുക്കുന്ന കോയിലുകളെയാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇതുപോലെ ഹെലിക്കൽ ഷേപ്പിൽ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് വളരെ അടുത്ത് ഇങ്ങനെ ഈ വലയങ്ങളെ ചേർത്ത് ചുറ്റിയെടുക്കണമെങ്കിൽ ഇൻസുലേറ്റഡ് വയർ തന്നെ ഉപയോഗിക്കണം, കവചിത ചെമ്പ് കമ്പി തന്നെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? ആർക്ക് പറയാം? ഷോർട്ട് സർക്യൂട്ടിങ് അല്ലേ? ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും, ആ ഉപകരണം കേടാവും. അപ്പോൾ കവചിത ചെമ്പ് കമ്പി ആണെങ്കിൽ മാത്രമേ ഇത്ര ചേർത്ത് നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റൂ. ഇതെവിടെ നിങ്ങൾ കണ്ടോ? ഇതൊരു സോളിനോയിഡാണ്, ഇൻസുലേറ്റഡ് കോപ്പർ വയർ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ചേർത്ത് ചുറ്റിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇൻസുലേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ടോ, ഇതിപ്പോൾ ഇൻസുലേറ്റഡ് വയർ അല്ല, ഇൻസുലേറ്റഡ് കോപ്പർ വയർ അല്ലാത്തത് കൊണ്ട് അതിനിടയിൽ ഗ്യാപ്പുണ്ട്. അവിടെ എയർ ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എവിടെയൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുക? ഈ കോയിൽ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? നമ്മുടെ മോട്ടോറുകളിൽ കണ്ടല്ലോ. ഇതെവിടെ നോക്കൂ, ഇതൊരു ടേബിൾ ഫാനിൻ്റെ കേടായ ഒരു ടേബിൾ ഫാനിൻ്റെ മോട്ടോർ പൊളിച്ചു വച്ചിരിക്കുന്നതാണ്. ഈ മോട്ടോറിൽ ഇതാ കണ്ടോ ധാരാളം കോയിലുകൾ, വളരെ ക്ലോസിലി വൗണ്ടായിട്ടുള്ള, വളരെ അടുപ്പിച്ച് ചുറ്റിയെടുത്തിരിക്കുന്ന ധാരാളം കോയിലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണും. ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് ഈ കോയിലുകളിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക? കാന്തിക മണ്ഡലം ഉണ്ടാവും. ആ കാന്തിക മണ്ഡലത്തെ, മാഗ്നറ്റിക് ഫീൽഡിനെ പ്രയോജനപ്പെടുത്തിയാണ് ഈ മോട്ടോറുകളൊക്കെ പ്രവർത്തിക്കുന്നത്. പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ പഠിക്കാം. അപ്പോൾ എന്താണൊരു സോളിനോയിഡ്? സോളിനോയിഡ് ഈസ് എ കോയിൽ, an insulated copper wire wound in the form of a helix is called a solenoid. ഒരു ചെമ്പ് കമ്പി, കവചിത ചെമ്പ് കമ്പി അല്ലെങ്കിൽ കവചിത ചാലകം, സർപ്പിളാകൃതി, ഹെലിക്കൽ ഷേപ്പിന് നമ്മൾ സർപ്പിളാകൃതി എന്നാണ് പറയുക. സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത ഒരു കോയിലാണ് സോളിനോയിഡ്. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് സോളിനോയിഡാണ്, ഈ കാണുന്നത് അല്ലേ, ഈ കാണുന്നത് വേറൊരു സോളിനോയിഡാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ സോളിനോയിഡിൻ്റെ ഛേദതല പരപ്പളവ് കുറവാണ്. അതായത് ഈ സോളിനോയിഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ലെസ്. ഇവിടെയാണെങ്കിലോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വളരെ കൂടുതലാണ്. ഇതിനെ അപേക്ഷിച്ച് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ സോളിനോയിഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. സോളിനോയിഡ് is a coil wound in the form of a helix. ഓക്കെ, ഇനി നമുക്കൊരു സോളിനോയിഡിലൂടെ വൈദ്യുതി കടത്തിവിട്ട് നോക്കാം. അതിനു ചുറ്റും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഇതാ ഒരു സോളിനോയിഡ് ഉണ്ട്. ഈ സോളിനോയിഡിലേക്ക് ഞാൻ കറണ്ട് കടത്തിവിടാൻ വേണ്ടിയിട്ട്
എലിമിനേറ്ററും പിന്നെന്താ റിയോസ്റ്റാറ്റും ഒരു അമ്മീറ്ററും ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നിങ്ങൾക്കറിയാം, പോസിറ്റീവ് ടെർമിനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു ഏതാണ്ട് 1 മീറ്റർ നീളമുള്ള ഒരു കോപ്പർ വയറാണിത്. ഇതിൽ എത്ര ചുറ്റുകളുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ചുറ്റുകളുണ്ട്. ചുറ്റുകളുടെ എണ്ണം കൂട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്താൽ മതി? ഛേദതല പരപ്പളവ് കുറച്ചാൽ മതി. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറച്ചാൽ മതി. ഇതുപോലൊരു ചെറിയൊരു ഉണ്ടോ പൈപ്പിന് ഡയമീറ്റർ കുറഞ്ഞ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള വസ്തുവിന് മുകളിൽ ചുറ്റിയെടുത്താൽ നമുക്ക് ചുറ്റുകളുടെ എണ്ണം കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഏതാണ്ട് 20 ചുറ്റുകളാണുള്ളത്. ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം ഏതാണ്ട് എത്രയാണ്? 1.5 ആംപിയർ കറണ്ട് കടത്തിവിടുകയാണ്. 1.5 ആംപിയർ കറണ്ട്. ഇതറിയാമല്ലോ, മാഗ്നറ്റിക് കോമ്പസ്. ഈ മാഗ്നറ്റിക് കോമ്പസ് ഞാനിത് ഇവിടെ കൊണ്ടുവരുന്നു. ഉണ്ടോ? ഇവിടെ ചെറിയൊരു ഡിഫ്ലക്ഷൻ മാത്രം, കൂടുതൽ ഡിഫ്ലക്ഷൻ ഒന്നുമില്ല, ചെറിയൊരു ഡിഫ്ലക്ഷൻ കാണാം, ചെറുതായിട്ടൊരു ഡിഫ്ലക്ഷൻ. ഇപ്പർ സൈഡിൽ കൊണ്ടുവന്ന് നോക്കാം. ഇതാ നോക്കൂ, ഇതാ ചെറിയൊരു ഡിഫ്ലക്ഷൻ അല്ലേ? ഇവിടെ ഇപ്പോൾ ഈ സോളിനോയിഡിൻ്റെ ഉൾവശത്ത് എന്താ ഉള്ളത്? ഈ സോളിനോയിഡിൻ്റെ ഉൾഭാഗത്ത് എന്താ ഉള്ളത്? എയറാണ്. അപ്പോൾ നമുക്ക് ഈ സോളിനോയിഡിനെ എയർ കോർഡ് സോളിനോയിഡ് എന്ന് പറയാം. എയർ ഒരു ഇൻസുലേറ്ററാണ്, നമുക്കെല്ലാം അറിയാം. അപ്പോൾ എയർ കോർഡ് സോളിനോയിഡാണ് ഈ കാണുന്നത്. വലയങ്ങൾ തമ്മിൽ അകലമുണ്ട്. എന്തിനങ്ങനെ അകലം വെച്ചിരിക്കുന്നത്? ഇത് ഇൻസുലേറ്റഡ് അല്ല. ഇൻസുലേറ്റഡ് അല്ലാത്തത് കൊണ്ടാണ് ഈ അകലം വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഷോർട്ടായി പോകും. ഇനി നമുക്ക് ഈ സോളിനോയിഡിൻ്റെ ഉൾഭാഗത്ത് സോഫ്റ്റ് അയൺ കമ്പികൾ വെച്ച് നോക്കിയാലോ? സോഫ്റ്റ് അയൺ കമ്പികൾ. അപ്പം ഞാനിവിടെ ഇതാ ഒരു കഷ്ണം സോഫ്റ്റ് അയൺ വച്ചു. ഇനി നമുക്കൊന്ന് കറണ്ട് കടത്തി വിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ കോറായി എന്താണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്? സോഫ്റ്റ് അയൺ, പച്ചിരുമ്പ്. സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഇതാ നോക്കൂ, ഉണ്ടോ? നീഡിലുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ കണ്ടോ നിങ്ങൾ? ഇപ്പർ സൈഡിൽ വെച്ച് നോക്കാം നമുക്ക്. ഇതാ നോക്കൂ, ഒന്ന് റെസ്റ്റ് ആയിക്കോട്ടെ. ഉണ്ടോ? നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ടോ? നോർത്ത് പോൾ, റെഡ് മാർക്ക് ചെയ്തിട്ടുള്ള എൻഡ് ഈ ഭാഗത്തേക്ക് വരുന്ന കണ്ടു. നമുക്കൊന്ന് ഒരു കഷ്ണം പച്ചിരുമ്പ് കൂടെ വെച്ച് നോക്കിയാലോ? ഞാൻ ഒരു കഷ്ണം പച്ചിരുമ്പ് കൂടെ വെച്ച് നോക്കി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, കണ്ടോ? മാറ്റ് നീഡിലിൻ്റെ സൗത്ത് പോൾ അവിടെ വന്ന് നിൽക്കുകയാണ്. അത് ഡിഫ്ലക്ഷൻ നിൽക്കുമ്പോൾ സൗത്ത് പോൾ അവിടെ നിൽക്കും. ഇനി ഇപ്പർ സൈഡ് നോക്കിയാലോ? ഉണ്ടോ? നോർത്ത് പോൾ വളരെ പെട്ടെന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് അവിടെ വരികയാണ്. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത്? എയർ കോറായി ഉപയോഗിച്ചപ്പോൾ സോളിനോയിഡിനുള്ളിൽ എയർ മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഡിഫ്ലക്ഷൻ വളരെ കുറവായിരുന്നു. കോറായി സോഫ്റ്റ് അയൺ ഉപയോഗിച്ചപ്പോഴോ ഡിഫ്ലക്ഷൻ വളരെ കൂടി. നിങ്ങൾ കണ്ടല്ലോ, ഡിഫ്ലക്ഷൻ വളരെ കൂടി. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? സോഫ്റ്റ് അയൺ കോറായി ഉപയോഗിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സോളിനോയിഡിന് ചുറ്റും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഈ സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയാണ് ഉണ്ടാകുന്നത്. ശരിയല്ലേ? ഇങ്ങനെ ഒരു കോയിലിനുള്ളിൽ
സോഫ്റ്റ് അയൺ വച്ചാൽ അതിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അതെന്തോ ആയിത്തീരും എന്ന് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പറയാമോ? അതെ, വൈദ്യുത കാന്തം. എന്താണ്? വൈദ്യുത കാന്തം, ഇലക്ട്രോ മാഗ്നറ്റ്. ഇവിടെ ഈ കാണുന്നത് ഈ ഉപകരണം ഉപയോഗിച്ചുള്ള പരീക്ഷണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തതാണ്. ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റാണ് അല്ലേ? ഇത് ഒരു എന്താണിത്? പച്ചിരുമ്പാണ്. ഇവിടെ കോറായി പച്ചിരുമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനു ചുറ്റും ഇൻസുലേറ്റഡ് കോപ്പർ വയറും ഉണ്ട്. ഇതെന്താണെന്നറിയാമല്ലോ? ഈ കാണുന്നത് എൻ്റെ കയ്യിലുള്ള ഈ ഉപകരണം എന്താണെന്നറിയാമല്ലോ? ഇത് ബാർ മാഗ്നറ്റാണ്. നമ്മൾ പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞതാണ്. ഇതെന്താ? ഇത് ഇലക്ട്രോ മാഗ്നറ്റ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഈ ബാർ മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ബാർ മാഗ്നറ്റിൻ്റെ കാന്തശക്തി എന്താണ്? പെർമനൻ്റ് ആണ്, സ്ഥിരമാണ്. ഇതാണെങ്കിലോ ടെമ്പററി. അത് കറണ്ട് കടന്നു പോകുന്ന സമയത്ത് മാത്രമേ ഇതിന് കാന്തശക്തി ഉള്ളൂ. ഇതിന് ചുറ്റും കാന്തിക മണ്ഡലം ഉള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. പിന്നെയോ ഇതിൽ നമ്മളിത് ഇവിടെ കണ്ടോ, ഒരു വൈറ്റ് ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഇതെന്താണ്? നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പോൾസും അതുപോലെ തന്നെ സ്ഥിരമാണ്, പെർമനൻ്റ് മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ഒരു ഇലക്ട്രോ മാഗ്നറ്റിലോ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്താൽ നോർത്തും സൗത്തും വ്യത്യാസം വരും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഈ നിങ്ങൾക്കറിയാം ഈ റെഡ് കളർ പോസിറ്റീവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് കണക്ട് ചെയ്തു, ബ്ലാക്ക് നെഗറ്റീവാണ്, അത് ഈ ടെർമിനൽ കണക്ട് ചെയ്തു. അപ്പോൾ പോസിറ്റീവ് ടെർമിനൽ സോളിനോയിഡിൻ്റെ ഈ എൻഡിലും നെഗറ്റീവ് ടെർമിനൽ സോളിനോയിഡിൻ്റെ ഈ എൻഡിലും കണക്ട് ചെയ്തു. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഉണ്ടോ? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് പോൾ സോളിനോയിഡിൻ്റെ ഈ എൻഡിൽ വന്ന് നിൽക്കുകയാണ്. ഉണ്ടല്ലോ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് ആക്ട്സ് ലൈക്ക് എ ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റിന് എന്താ പ്രത്യേകത? നോർത്തും സൗത്തും പോൾസ് ഉണ്ട്. അപ്പോൾ അൺലൈക്ക് പോൾസ് ആർ അട്രാക്റ്റീവ്. അപ്പോൾ ഇവിടെ ഇത് നോർത്ത് പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ സോളിനോയിഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൗത്താണിത്. ശരിയല്ലേ? അപ്പോൾ ഈ രണ്ടാമത്തെ മറ്റേ അഗ്രത്തിൻ്റെ കാര്യം എന്തായിരിക്കും? ഞാനിത് ഇവിടെ കൊണ്ടുവന്നു. ഇതാ നോക്കൂ, ഏതഗ്രമാണ് ഇവിടെ നിൽക്കുന്നത്? സൗത്ത് പോൾ ഈ അഗ്രത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ അഗ്രം? സോളിനോയിഡിൻ്റെ അഗ്രം ഇവിടെ എന്താ? സൗത്ത് പോളായി ആക്ട് ചെയ്യുകയാണ് അല്ലേ? ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്കൊന്ന് തിരിച്ചു നോക്കാം. ഇപ്പം ഞാൻ ഇതുണ്ടല്ലോ, ഈ പോസിറ്റീവും നെഗറ്റീവും തിരിച്ചു നോക്കുക. ഇങ്ങനെ കണക്ട് ചെയ്തു. അതാ നോക്കൂ, സ്വിച്ച് ഓൺ ചെയ്യുന്നു. അപ്പോൾ കണ്ടോ, നേരത്തെ ഈ അഗ്രത്ത് ഏതാണ് വന്നിരുന്നത്? സൗത്ത് പോളായിരുന്നു. ഇപ്പോൾ ഏതാ? നോർത്ത് പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ സോളിനോയിഡിൻ്റെ ഈ അഗ്രം എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നോക്കാം. കണ്ടോ, എന്താ കാണുന്നേ? സൗത്ത് പോൾ ഈ അഗ്രത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സോളിനോയിഡിൻ്റെ അഗ്രം എന്തായിരിക്കും? നോർത്തായിരിക്കും. ഇപ്പോൾ എന്താ മനസ്സിലായത്? ആസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് റിവേഴ്സസ്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൾസോ റിവേഴ്സസ്. അപ്പോൾ നമ്മൾ ഇത്രയും സമയമായി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഒരു സോളിനോയിഡിനുള്ളിൽ കോറായി എന്തുപയോഗിച്ചുകൊണ്ട്? സോഫ്റ്റ് അയൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അതിൽ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി, മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും. കൂടുതൽ സോഫ്റ്റ് അയൺ റോഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാന്തശക്തി വളരെയധികം കൂട്ടാം. എന്നാൽ ഒരു
ഈ കാണുന്ന പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ കാന്തശക്തിയോ നമുക്കൊരു പരിധിക്കപ്പുറം കൂട്ടാൻ സാധിക്കുമോ? ഇല്ല, അല്ലേ? ഇത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത്, നിർമ്മിക്കുന്ന വേളയിൽ ഇതിനൊരു കാന്തശക്തിയുണ്ട്, അത് കൂട്ടാൻ നമുക്ക് സാധിക്കത്തില്ല. പോൾസ് പരസ്പരം മാറ്റാൻ സാധിക്കുമോ? ഇല്ല, അതും നമുക്ക് സാധിക്കത്തില്ല. പോൾസ് മാറ്റാനും സാധിക്കത്തില്ല. പക്ഷേ ഒരു സോളിനോയിഡിൻ്റെ കാര്യത്തിലോ? സോളിനോയിഡിൻ്റെ കാര്യത്തിൽ നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും റിവേഴ്സ് ചെയ്യാം. പോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? പിന്നെ കൂടുതൽ കറണ്ട് കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ സ്ട്രെങ്ത് കൂടും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് കറണ്ട് നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഒരഗ്രം നോർത്ത് പോളായിട്ടും മറ്റേ അഗ്രം സൗത്ത് പോളായിട്ടും പ്രവർത്തിക്കുമെന്നും പഠിച്ചു. ഏതഗ്രമാണ് നോർത്ത് പോളാവുന്നത്, ഏതഗ്രമാണ് സൗത്ത് പോളാവുന്നത്, നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ ശ്രദ്ധിക്കൂ. ഇപ്പം ഞാൻ ഈ സോളിനോയിഡിൻ്റെ നമ്മൾ ഈ പരീക്ഷണം ചെയ്യുമ്പോൾ സോളിനോയിഡിൻ്റെ ഒരഗ്രം നമുക്ക് അഭിമുഖമായിട്ട് വെക്കണം, നമുക്ക് നേരെ വെക്കണം, ഇതുപോലെ വെക്കണം, കണ്ടല്ലോ. അപ്പം ഞാൻ എന്നിട്ട് ഈ പോസിറ്റീവ് എൻഡ് ഇവിടെ കണക്ട് ചെയ്യുന്നു, പോസിറ്റീവ് ടെർമിനൽ അവിടെയും, നെഗറ്റീവ് ഇതെവിടെയും കണക്ട് ചെയ്തു. ഓക്കെ, പോസിറ്റീവ് ഇവിടെയും നെഗറ്റീവ് ഇവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്കാണ്. സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുകയാണ്. നോക്കിക്കോളൂ, മാഗ്നറ്റിക് നീഡിൽ സ്വിച്ച് ഓൺ ചെയ്ത് ഇതെവിടെ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ എന്താ കാണുന്നത്? മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് പോൾ ഈ എൻഡിൽ നിൽക്കുകയാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ നോക്കൂ, കറണ്ട് ഇവിടെ ഇങ്ങനെ കണ്ടോ, ഈ ഡയറക്ഷനിലാണ് അകത്തേക്ക് പോവുക. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? പ്രദക്ഷിണ ദിശ, അതായത് ക്ലോക്ക് വൈസ്. അപ്പോൾ കറണ്ട് ഈ അഗ്രത്തിൽ ക്ലോക്ക് വൈസാണ്. ക്ലോക്ക് വൈസ് ആകുമ്പോൾ ആ അഗ്രം സൗത്ത് പോളായിരിക്കും. അതുകൊണ്ടാണ് ഈ മാഗ്നറ്റിക് കോമ്പസിൻ്റെ നോർത്ത് പോൾ ഈ അഗ്രത്തിൽ നിൽക്കുന്നത്. എന്നാൽ ഈ അഗ്രത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടോ, ഇവിടെ കറണ്ട് ക്ലോക്ക് വൈസാണ്, പ്രദക്ഷിണ ദിശയിലാണ്. അപ്പോൾ ഇവിടെയോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അഗ്രത്ത് കറണ്ട് എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്രദക്ഷിണ ദിശയിലാണ്. അപ്പോൾ നോക്കൂ, ഞാൻ ഈ നീഡിലിനെ ഇവിടെ കൊണ്ടുവരികയാണ്. കണ്ടോ എന്താ സംഭവിച്ചിരിക്കുന്നത്? സൗത്ത് പോൾ ഇവിടെ നിൽക്കുകയാണ്. സൗത്ത് പോൾ ഇവിടെ നിൽക്കുമ്പോഴോ ഈ അഗ്രം, സോളിനോയിഡിൻ്റെ അഗ്രം എന്തായിരിക്കും? അത് നോർത്ത് പോളായിരിക്കും. അപ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ എൻഡ് സൗത്ത് പോളായിട്ടും, കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ, വാച്ചിലെ സൂചികളുടെ ചലനദിശയ്ക്ക് എതിരാണെങ്കിൽ, അപ്രദക്ഷിണമാണെങ്കിൽ ആ എൻഡ് ഉത്തരധ്രുവം, അതായത് നോർത്ത് പോളും ആയിട്ട് പ്രവർത്തിക്കും. ഇനി നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്ന് തിരിച്ചു നോക്കിയാലോ. ഇതെവിടെ ഞാൻ കണ്ടോ, ഇതുപോലെ തിരിച്ച് നോക്കുക. ഇത് പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്യുന്നു, നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്യുന്നു. അന്നേരം എന്ത് സംഭവിക്കും നോക്കുക. ഇതാ സ്വിച്ച് ഓൺ ചെയ്യാണ്. ഉണ്ടോ, നീഡിലിൻ്റെ സൗത്ത് പോൾ തിരിഞ്ഞു വന്നത് കണ്ടോ. അപ്പോൾ എന്താ സംഭവിച്ചത്? കറണ്ട് ഇപ്പോൾ ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്കാണ് വരിക, അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാ? ഇവിടെ കറണ്ട്, ഇവിടെ നോക്കൂ, ഇവിടെ കറണ്ട് പ്രദക്ഷിണ ദിശയിലാണ്, അതായത് ക്ലോക്ക് വൈസിൽ. ഇവിടെ വരുമ്പോഴോ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആവുന്നു, അപ്രദക്ഷിണമാവുന്നു. അപ്പോൾ ഇവിടെ നോർത്ത് പോൾ ആവുന്നു, മാഗ്നറ്റിക് നീഡിലിൻ്റെ സൗത്ത് ആ എൻഡിന് നേരെ നിൽക്കുന്നു. ഇവിടെയാണെങ്കിലോ ഉണ്ടോ, ഇവിടെ കണ്ടോ, കറണ്ട് ക്ലോക്ക് വൈസിലായതുകൊണ്ട് അവിടെ സൗത്ത് പോളാണ്, നീഡിലിൻ്റെ നോർത്ത് പോൾ അതിന് നേരെ നിൽക്കുന്നു. അപ്പോൾ ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായി, അതായത് വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയും
പിന്നെ എന്താ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെ ഏതഗ്രമാണ് നോർത്ത് ആവുന്നത്, ഏതഗ്രമാണ് സൗത്ത് ആവുന്നത്. പൊളാരിറ്റി ഓഫ് ദ സോളിനോയിഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. ആ ബന്ധം കൂടുതൽ മനസ്സിലാക്കാനായി നമ്മുടെ ടെക്സ്റ്റിൽ, പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 38-ൽ ഫിഗർ 2.8b അതിൽ ഒരു സർക്കിൾ കണ്ടോ? ആ സർക്കിളിൽ ഒരു ഡയറക്ഷൻ കണ്ടോ? ആ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് എന്താണ്? കറണ്ടിൻ്റെ ദിശ. അതായത് ആദ്യത്തെ ചിത്രത്തിൽ 2.8bയിൽ കറണ്ട് ഏത് ദിശയിലാണ്? ക്ലോക്ക് വൈസ്, പ്രദക്ഷിണ ദിശ. അപ്പോൾ അതിനകത്തൊരു എസ് എഴുതിയിരിക്കുന്നത് കണ്ടോ? ആ എസ്സിലെ അഗ്രങ്ങൾ, എസ്സിൻ്റെ എൻഡിലും തുടക്കത്തിലും അവസാനവും 2 ആരോ ഉണ്ടോ? അതായത് അത് പ്രദക്ഷിണ ദിശയാണ്. അപ്പോൾ പ്രദക്ഷിണ ദിശയിലാണ് കറണ്ടെങ്കിൽ എന്താ? ആ അഗ്രം സൗത്ത് പോളായിരിക്കും. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ, 2.8c. ആ വൃത്തത്തിനകത്ത് ഒരു എൻ കണ്ടോ? ആ എന്നിൻ്റെ അഗ്രങ്ങളിൽ ആരോ കണ്ടോ? അത് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്രദക്ഷിണ ദിശയാണ്. എങ്കിൽ ആ എൻ്റെ കറണ്ട് അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ എൻ്റെ എന്തായിട്ട് പ്രവർത്തിക്കും? ആ എൻ്റെ നോർത്ത് പോളായിരിക്കും. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇന്നത്തെ പഠന പ്രവർത്തനങ്ങൾ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരികയാണ്. നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 39-ൽ ടേബിൾ 2.3 അത് ഫില്ല് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ വരിക. നമുക്ക് ഈ യൂണിറ്റിലെ മറ്റ് പഠന പ്രവർത്തനങ്ങളുമായി വീണ്ടും കാണാം.